അടുത്തത് ഫേസ്ബുക്കാണ്. നമുക്കറിയാം ആരാണ് ഫേസ്ബുക്കിൻ്റെ സൃഷ്ടാവ്. മാർക്ക് സുക്കർബർഗ്. സുക്കർബർഗ് ഹാർവാർഡിൽ പഠിക്കുന്ന കാലത്ത് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു ശീലമുണ്ടായിരുന്നു. പുതുതായി വരുന്ന സ്റ്റുഡൻസ് ഫ്രഷേഴ്സിന് അവിടുത്തെ സ്റ്റുഡൻസിൻ്റെയൊക്കെ ഫോട്ടോ പതിച്ച ഒരു ഡയറക്ടറി നൽകുമായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫോട്ടോ പതിച്ച ഒരു ഡയറക്ടറി, അവരുടെ മുഖം വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി. പക്ഷേ സുക്കർബർഗ് പഠിക്കുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അതില്ല, അത്ര ഒരു ഡയറക്ടറി ഇറക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആളുകളുടെ ഫോട്ടോ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് ഡയറക്ടറി ഇറക്കണ്ട, ആളുകൾക്ക് അവർ തന്നെ അവരുടെ ഫേസ് അപ്ലോഡ് ചെയ്യട്ടെ, അവരവരുടെ ഫോട്ടോകൾ അവരവർ അപ്ലോഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഡയറക്ടറി ഉണ്ടാകുന്നു. അതിന് അദ്ദേഹം ഫേസ്ബുക്ക് എന്ന് പേരിട്ടു. സംഗതി വൻ വിജയമായി. അങ്ങനെയാണ് ഫേസ്ബുക്ക് എന്നുള്ള പേര് വരുന്നതും പിന്നീട് അതൊരു വലിയ കമ്പനിയാകുന്നതും ഇതേപോലെ ആളുകൾ അവരുടെ കോണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതും. ഇനി അടുത്തതോ ഇൻസ്റ്റാഗ്രാമാണ്. അമേരിക്കക്കാരനായ കെവിൻ സിസ്ട്രോങ് ആണ് ഈ ഇൻസ്റ്റാഗ്രാം സ്ഥാപിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഫോട്ടോഗ്രാഫി, ഇൻസ്റ്റൻറ്റ് വീഡിയോ പ്ലസ് ടെലിഗ്രാം. നമുക്കറിയാമല്ലോ, വളരെ ക്യുക്കായിട്ട് മെസ്സേജ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നത് ടെലിഗ്രാം ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം ഈ ഇൻസ്റ്റൻറ്റ് ഫോട്ടോ പ്ലസ് ടെലിഗ്രാം എന്നുള്ളതിന് ചേർത്ത് ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നു. കൂടുതലും ഫേസ്ബുക്കിനെ പോലെ അല്ലാതെ വിഷ്വൽ കോണ്ടൻസിന്, അതായത് ഫോട്ടോയോ വീഡിയോ ഒക്കെ പ്രാമുഖ്യം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണല്ലോ ഇൻസ്റ്റാഗ്രാം. അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം എന്നുള്ള പേര് വരുന്നത്. ഇന്ന് ഇതൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത കാലഘട്ടമാണ്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഉറ്റച്ചങ്ങാതികൾക്ക് ഇങ്ങനെയൊക്കെ പേര് വന്നത് എന്നാണ് ഇന്ന് നമ്മൾ അന്വേഷിച്ചത്. ഓക്കെ, താങ്ക് യു.